ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോ കേട്ടോ. ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഉപ്പുമാവും പിന്നെ മീൻകറിയും അവിയലും ചോറും ആണ് കേട്ടോ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്ബൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ക്യാരറ്റ് ഇടും, പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ ഉഴുന്നിടും. അപ്പോൾ അതൊക്കെ കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഉപ്പുമാവിന്. പിന്നെ ഇങ്ങനെ വെള്ളം അധികം ഒഴിക്കാതെ കട്ട പിടിക്കാതെ ഇങ്ങനെ പൂ പോലെ പുട്ട് പോലെ എടുക്കും കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പുട്ട് പോലെ വെതറി ഇരിക്കും ഉപ്പുമാവ്. അപ്പം ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ ചില സമയത്ത് ഞാൻ നേരത്തേക്ക് 2 ഗ്ലാസ് ഒഴിക്കേ. പക്ഷേ ഇവിടെ അമ്മ ചെയ്യുന്ന കണ്ടിട്ടാട്ടോ ഞാനും പഠിച്ചത്. അവർക്കാണെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ നല്ല പൂ പോലെ വെതറിന ഉപ്പുമാവ് അവർ ഉണ്ടാക്കണ കണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നേ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ തരാം കേട്ടോ കുറച്ച്. അപ്പം കണ്ട ഗൈസ്, പൂ പോലെ ഉപ്പുമാവ്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോണേ. പിന്നെന്താ, പിന്നെ ചോറിന് അരിയൊക്കെ വെച്ച് അങ്ങനെ അരിക്ക് വെള്ളമൊക്കെ വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അരിയൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ റൈസ് കുക്കറിലാണ് ഈ ഇറക്കി വയ്ക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് നമ്മൾ ഓരോ അടുക്കളയിൽ ഓരോ കറിയുടെ പരിപാടി നോക്കുക കേട്ടോ. അപ്പം മീൻ കറി ഞങ്ങൾ വെക്കുന്നത് ഇങ്ങനെയാട്ടോ. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കാശ്മീർ പൊടി ഇവിടെ മസ്റ്റാട്ടോ. അപ്പോഴാണ് നമുക്ക് കറിക്ക് കൊഴുപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അത് എടുത്ത് ഞാൻ വെള്ളത്തിലിങ്ങനെ ചാലിച്ചാണ് ഇട്ട് മൂപ്പിക്കുക. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ വെറുതെ ഇട്ടു കേട്ടോ എണ്ണയിൽ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് അരിഞ്ഞ് അതെല്ലാം വഴറ്റിയ ശേഷം അങ്ങനെ മുളക് പൊടി ചൂടാക്കി എടുത്തു. അതിന് മുൻപ് നമ്മൾ കുടംപുളി ഇങ്ങനെ വെള്ളം ഉപ്പും ഒക്കെ ഒഴിച്ച് ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടോ. നന്നായിട്ട് പുളി ഇറങ്ങാൻ വേണ്ടി വറ്റിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ മുളക് പൊടി ചൂടാക്കിയത് അതിലിട്ട് ഇളക്കി അങ്ങനെ അത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീൻ എടുത്തിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കഴിയുമ്പോൾ മീൻ നല്ല കറുത്ത് നല്ല ടേസ്റ്റ് മീൻ കറിയാവും കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ അത് മീൻ അടുപ്പത്ത് വെച്ചപ്പോഴത്തേനും ഇങ്ങനെ അമ്മ എന്താ പറയുക, നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടോ. അങ്ങനെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കൊണ്ടുവന്ന് അപ്പം ഞാനത് വേവിക്കാൻ വെച്ച് അപ്പോഴേക്കും തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടിട്ട്. അപ്പോൾ ഇവിടെ തേങ്ങ അരപ്പിന് കാന്താരി മസ്റ്റാട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കടുകും പൊട്ടിച്ച് മീൻ കറി കണ്ട ഗൈസ്, നല്ല കറുത്ത് എന്ത് രസമാണെന്നൊക്കെ വായിൽ വെള്ളം വരണില്ലേ. നല്ല ടേസ്റ്റായിട്ടോ. പുളി നന്നായിട്ട് വറ്റിയപ്പം അപ്പോഴേക്കും ഞാൻ ഈ അവിയലിലെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടോ. അപ്പോഴേക്കും തേങ്ങയൊക്കെ ഒതുക്കി കൊണ്ടുവന്നു. പിന്നെ തേങ്ങ നമ്മൾ കാന്താരി മസ്റ്റാട്ടോ ഇവിടെ. അപ്പോൾ ജീരകവും കാന്താരിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് ഒതുക്കിയെടുത്ത് അങ്ങനെ അവിയൽ സെറ്റായിട്ടാണ്. പക്ഷേ ഇങ്ങനെ നേരത്തെ വേവിക്കാൻ വെച്ച കാരണം അവിയൽ ഇച്ചിരി കുഴഞ്ഞു പോയി. അങ്ങനെ അടുക്കളപ്പണിയൊക്കെ തീർന്നു കേട്ടോ. അപ്പം അങ്ങനെ ചോറുണ്ണാൻ പോവാനേ. അപ്പം നിങ്ങൾ വരുവാനേ നിങ്ങൾക്കും ചോറ് തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ കമൻറ്റും വിലയേറിയ അഭിപ്രായം എഴുതി അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അമ്മ പറയാണ് ഇതെന്തിട്ടാ അവിയൽ ചമ്മന്തിയാണോ എന്ന്.